പേരിരുന്ന് ചർച്ചപ്പോ നമ്മള് നേരെ വണ്ടി എടുത്ത് ഇറങ്ങി നമ്മുടെ സ്വന്തം ഡെക്കാത്തലോം കാണാം. അവിടെ കാണല് മാത്രല്ലേ നല്ല കീടിലും ഓഫ് റോഡും കൂടി കിട്ടിയിരിക്കണേ. ആദ്യമായിട്ട് അതിന്റെ ഉള്ളിൽ കയറുന്നതിന്റെ പൊലിവിലാട്ടാ. ഇതിപ്പോ ലാഭമുള്ളൂ, ജിമ്മിൽ ഫീസ് ഒന്നും കൊടുക്കണം. വിരാട് കോഹ്ലിന്റെ ബാറ്റ് മുതൽ റണ്ണോൾട്ടിയും മെസ്സിൻ തട്ടുന്ന പന്ത് വരെ മറ്റേ വള്ളത്തിലിടുന്ന കണ്ണാടല്ലേ. പിന്നെ കിടിലം വെറൈറ്റി സൈക്കിൾ. അധികം വരൊന്നുമില്ല, വെറും 60,000 ആദ്യമേ അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ കിടിലം സീറ്റ്. സംഭവം ഡെക്കാത്തലോ ഒരു മുതൽ. നമ്മളെ പട്ടാളക്കാര് വരെ ഡ്രസ് എടുക്കല് പെടുന്നാന്ന് പറഞ്ഞു. എല്ലാവിധ പാർട്ടിക്കാർക്കുള്ള സാധനം ഉണ്ട് ഇവിടെ. നമ്മളവിടുന്ന് ഒരു സാധനം എടുത്ത് അതേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. ഇതൊക്കെ വലിയ കനമുള്ളതുകൊണ്ട് അടുത്തേക്കും കൂടി പോയിട്ടില്ല. സ്കൂൾ കൊണ്ടുപോകാൻ പറ്റിയ കുപ്പിയൊക്കെ ഉണ്ട് അവിടെ. നമ്മക്ക് പറ്റിയൊന്നും ഇവിടുത്തെ കിട്ടാത്ത നമ്മള് നേരെ അപ്പുറത്തുള്ള മാൾക്ക് പോകാന്ന് വിചാരിച്ചാണ്ട് വണ്ടി കയറി. ഇതാണ് നമ്മളെ സ്വന്തം ഹൈലൈറ്റ് മാൾ. ഇജ്ജ് പറഞ്ഞാ നിങ്ങളിപ്പോ എന്നാലും പറയാന്നെ അപ്പുറത്തേർക്കും കോഴിക്കോട്ടേർക്കും മാറ്റം വന്ന ലുലുമാള് തന്നെയാണ്. വണ്ടി പാർക്ക് ചെയ്താണ്ട് നമ്മള് നേരെ ഉള്ളിക്കാട്ട് കയറി. എന്താ അവിടെ നടക്കണേന്ന് ഒരു ഐഡിയും കിട്ടിയിട്ട് ഓരോ സ്ഥലത്ത് ഓരോന്ന് തൂക്കിയിട്ട് എന്താന്ന് മനസ്സിലാവാത്ത അന്തം വിട്ട് ശരിയാണ് ഇപ്പൊ നിങ്ങൾ കാണണ്ടേ. ഈ ബ്രാൻഡ് ഏതാന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ്. സുബ്ഹാനല്ലാ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് മാറ്റിയാ. പിന്നെ നമ്മള് നേരെ പോയത് നമ്മളെ നെസ്റ്റോക്ക്. അവിടെ ചെന്നപ്പോ പല സാധനങ്ങൾ. അതിൽ നിന്ന് ഒരു സാധനം നമ്മളെ അടുത്ത് ഇതന്നെ, വേറെ ഒന്നുമല്ലേ. ഇത്രയും വലിയ കോലുമുട്ടായി നിങ്ങൾ വേറെ കണ്ടു. ഈ സാധനം കാണുമ്പോൾ ഓർമ്മ നിങ്ങളെ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്തിട്ടാ. ഷുഗർ കട്ട് ആയതുകൊണ്ട് ഒന്നും തൊടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവിടുന്ന് നമ്മളൊരു അനാഥനെ കണ്ടെത്തി. നമ്മളെ നാട്ടിൽ കാണാത്ത ചെങ്കതളി ഉണ്ട്. ഇതുപോലെ ഉണ്ടായിട്ട് ഞാൻ കാണാത്ത മേലക്കോ. ഇതല്ലേ നമുക്ക് കാണേണ്ട മുതല്. അങ്ങനെ ഈ വലിയൊരു സമാവർന്ന് ചായയും കുടിച്ചു കാണ്ട് നമ്മള് നേരെ പെരേക്കന്നെ പോന്നേ. അപ്പൊ ശരി, മാസലാമ.